കറണ്ട് അസറ്റ്, കറണ്ട് ലാബിലിറ്റി, ലിക്വിഡ് അസറ്റ്, സ്റ്റോക്ക്, ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്നത് കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ? കറണ്ട് റേഷ്യോ ഇസ് ഈക്വൽ ടു 2.5, which means 2.5:1. Then current liquid ratio is equal to 1.5, which means 1.5:1. ഇതെന്താണ്? 2.5 എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് അസറ്റ് ആണ്. 1 എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ലാബിലിറ്റി ആണ്. 1 എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ലാബിലിറ്റി. ഇതെന്താണ്? ക്യുക്ക് അസറ്റ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന ഒരു ഹിന്റ് എന്ന് പറയുന്നത് എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഇക്വൽ ടു 60,000. സോ ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു ഫൈൻഡ് എ റിലേഷൻ. ഇവിടെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിനെ കണക്ട് ചെയ്തുകൊണ്ട് റിലേഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഇക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി. അപ്പൊ അത് അവിടെ നോക്കിയേ, കറണ്ട് അസറ്റ് കറണ്ട് ലാബിലിറ്റി. ഇവിടെ എങ്ങനെ റിലേഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നു അല്ലേ? അപ്പൊ നമ്മൾ അതിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാണ്. വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടാൻ വേണ്ടി കറണ്ട് അസറ്റ് എത്രയാണ്? 2.5 മൈനസ് കറണ്ട് ലാബിലിറ്റി എത്രയാണ്? 1 ഇസിക്കൽ ടു 60,000 അല്ലേ? അപ്പൊ ഇതിന്റെ വാല്യൂ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 1.5 ഇസിക്കൽ ടു 60,000 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ ഫോം ചെയ്ത് കഴിഞ്ഞു. റൈറ്റ്? ഇത് വെച്ചിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? ഓരോ വാല്യൂസ് നമ്മൾ കണ്ടത്. നമുക്ക് കറണ്ട് അസറ്റ് കാണണോ? ഇനി നമുക്ക് ക്യുക്ക് അസറ്റ് കാണണോ? നമുക്ക് ഈസി ആയിട്ട് കാണണം. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അസറ്റ് ആണ്. ഓക്കെ, കറണ്ട് അസറ്റ്. അപ്പൊ കറണ്ട് അസറ്റ് കിട്ടാൻ നമ്മുടെ കയ്യിലുള്ള ബേസ് 60,000 ആണ്. 60,000 ഇൻറ്റു എന്താ കണ്ടുപിടിക്കേണ്ടത്? കറണ്ട് അസറ്റ് ആണ്. അതിന്റെ വാല്യൂ എത്രയാണ്? 2.5. ഓക്കെ, 60,000 റേഷ്യോ എത്രയാണ്? 1.5 ഈസ് ഈക്വൽ ടു 1 lakh rupees. അപ്പം ഒരു പ്രോബ്ലം അല്ല, ഒരു സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. കറണ്ട് അസറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ഏതാ പോകുന്നത്? ലിക്വിഡ് അസറ്റ് അല്ലെങ്കിൽ ക്യുക്ക് അസറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഈ റേഷ്യോയിൽ എവിടെയാണ് ഉള്ളത്? ഇതാണ് ക്യുക്ക് അസറ്റ് അല്ലേ? 1.5 അല്ലേ? വെരി ഗുഡ്. 60,000 into 1.5 divided by 1.5 is equal to 1 is equal to 60,000 അപ്പൊ എന്ത് കിട്ടി നമുക്ക്? കറണ്ട് അസറ്റും ക്യുക്ക് അസറ്റും കിട്ടി. ഓക്കെ, ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് കറണ്ട് ലാബിലിറ്റി ആണ്. കറണ്ട് ലാബിലിറ്റി എവിടെയാ വാല്യൂ ഉള്ളത്? 1 ആണ് കറണ്ട് ലാബിലിറ്റി. അപ്പൊ കറണ്ട് ലാബിലിറ്റി കണ്ടുപിടിക്കാൻ 60,000 ഇൻറ്റു എന്താ കണ്ടുപിടിക്കേണ്ടത്? 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1.5 ഇസ് ഈക്വൽ ടു 40,000. ഇനി എന്താ വേണ്ടത്? സ്റ്റോക്ക് വേണം. അപ്പൊ നമുക്ക് കറണ്ട് അസറ്റും ക്യുക്ക് അസറ്റും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്റ്റോക്ക്. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താണ്. സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ സ്റ്റോക്ക് ഇസിക്കൽ ടു കറണ്ട് അസറ്റ് മൈനസ് ക്യുക്ക് അസറ്റ് ഇസിക്കൽ ടു കറണ്ട് അസറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് എത്രയാ? 1 lakh rupees മൈനസ് 60,000. ഓക്കെ, മൈനസ് 60,000 ഇസിക്കൽ ടു 40,000. ഇതാണ് എന്ത്? സ്റ്റോക്ക്. നമുക്കിനി എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടതുണ്ടോ? ഇല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിച്ചു. അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താ? അവിടെ ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ, റേഷ്യോ എങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ തെറ്റ് എന്ന് നമ്മൾ കണക്കാക്കരുത്. ഇതിന്റെ കൂടെ റേഷ്യോ ഉണ്ട്. എത്രയാ? 1:1 എന്നവിടെ എന്താണ്? ഇംപ്ലൈഡ് ആണ്. അവിടെ ഉണ്ട്, നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രോബ്ലം ചെയ്യാം. ക്ലിയർ ആണോ?